അളിയ എപ്പോ ഒന്ന് അളിയ? അളിയ വന്നിട്ട് ഒരാഴ്ച അളിയ, നിന്നെ വിളിക്കാൻ പറ്റിയില്ലടാ. നീ ഒരാഴ്ചയായിട്ട് ഇപ്പഴാണോ അളിയ വിളിക്കുന്നേ? അളിയ നിന്നോട് ക്ഷമിക്കണം, ഭാര്യ വാലെ തൂങ്ങി നടക്കുമായിരുന്നു അളിയ. ഇതൊക്കെ ഗൾഫിൽ നിന്ന് ഗൾഫിൽ പോയി റിച്ച് ആയി വയറൊക്കെ ചാടി 6 പാക്ക് ഒക്കെ പോയി. എടാ അവിടെ സുഖ ജീവിതമാടാ, കഴിക്കുക ഉറങ്ങുക, എന്ത് ചെയ്യാൻ, ആഡംബര ജീവിതം. അപ്പൊ ഞാൻ അവളെ 2 ദിവസത്തേക്ക് വീട്ടിൽ പറഞ്ഞു വിട്ടു. അല്ലേ നമുക്ക് ഇതേപോലെ കൂടാൻ. ഇതൊന്നും അല്ലാതെ ഗൾഫിൽ നിന്ന് വേറെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? സ്കോച്ചുണ്ട്, സ്കോച്ച്. ഇതൊക്കെ കൊണ്ടുവരാതെ ഞാൻ വരുമോ അളിയാ? എന്റെ പൊന്നളിയാ, നീ മുത്താണളിയാ. അളിയ ഞാൻ വന്ന വഴി മറക്കാറില്ല അളിയ, അത് ഞാൻ എത്ര ധനാഷ്ഠനായാലും. നീ പോയി ടച്ചിങ്സ് എടുത്തിട്ട് വാ, ഞാൻ ഒഴിക്കാം. അളിയ ഒരു ചെറിയ പ്രശ്നമുണ്ടാ. എന്താ അളിയാ? എടാ ഭാര്യ 2 ദിവസമായിട്ട് വീട്ടിലില്ല. ഇവിടെ ഒന്നും ഞാൻ പുറത്തു പോയാ കഴിക്കുന്നത്. ഇപ്പം 10 മണി കഴിഞ്ഞല്ലേ, ഇവിടെ വല്ല ഹോട്ടലും എല്ലാം കാണും, എന്തെങ്കിലും പോയി വാങ്ങിച്ചിട്ട് വരാം. എന്തിനാ എച്ചാടോ? 15,000 രൂപയുടെ ടൈഗർ ബാം ഉണ്ട്, അത് വെച്ച് പൊടിച്ച് കഴിഞ്ഞാൽ നല്ല. അച്ചാറുണ്ടോ അളിയ? ടച്ചിങ്സ് ഇല്ലാണ്ട് ഇതൊന്നും എന്നെ കൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല. എടാ നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിച്ചു പറ, അവര് കൊണ്ടുവരുമല്ലോ. 11 മണിക്ക് വിളി ടച്ചിങ്. നീ ഇവിടുത്തെ ലോക്കലല്ലേ, കൊള്ളാം. ഞാൻ ഗൾഫിൽ പോകേണ്ട ടച്ച് വിട്ടുപോയി, അതുകൊണ്ടാ. എന്ത് ചെയ്യാനാ, നീ ഇപ്പോഴും ഇങ്ങനെ ലോക്കലായി. വേണ്ട, ഞാൻ അമ്പിളിയെ വിളിക്കാം, അതായിരിക്കും നല്ലത്. അമ്പിളിയാ? ഛേ, നിനക്ക് എങ്ങനെ അമ്പിളിയൊക്കെ കോണ്ടാക്ട് ആയി? ഞാൻ നാട്ടുമ്പുറത്ത് തന്നെ അല്ലേ, ഗൾഫിലൊന്നും പോയിട്ടില്ലല്ലോ. അല്ല എന്നാലും നീ വിളിക്കാറൊക്കെ ഉണ്ടോ? ആ അമ്പിളി, ഞാനാ സാബുവാ. ഞാനേ നമ്മുടെ ഗൾഫിലെ തൊമ്മാച്ചായനല്ലേ, പുള്ളിയുടെ വീട്ടിലാ. കുറച്ച് ടച്ചിങ്സ് എന്തെങ്കിലും ആയിട്ട് നീ ഇവിടം വരെ ഒന്ന് വരുമോ? പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ആരും കാണണ്ട. കണ്ടാ ചിലപ്പോ മോശവും. നീ പെട്ടെന്ന് വാ. പെട്ടെന്ന് അടിക്കുകയൊക്കെ ചെയ്യോ? വല്ലപ്പോഴും 2 അടിക്കും. ഇവിടെ നിനക്ക് എന്നാലും എവിടുന്ന് കിട്ടുന്നതാണ് ഇങ്ങനത്തെ കോണ്ടാക്ട്സ് ഒക്കെ? അമ്പിളി കാര്യങ്ങള്. മക്കളെ, അണ്ണാ എടാ ഈ കള്ളക്കളവനെയൊക്കെ പറഞ്ഞുവിടാം. അമ്പിളി വരുമ്പോ നമുക്ക് റൂട്ട് ക്ലിയർ ആയിരിക്കണം. ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഒന്നാമത് ഭാര്യക്ക് എന്നെ ആകെ സംശയമാണ്, ശരിയാത്തില്ല. താൻ ഇത്ര കാലമായിട്ട് നന്നായില്ലടോ. അതാണ് അമ്പിളി അണ്ണൻ. അമ്പിളി തന്റെ പേരാണോ അമ്പിളി? ആരാണ് ഈ പേരിട്ട്? ചിറ്റപ്പൻ. നന്നായി. എടാ ഇത് ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. പൊന്നാച്ചായ, എനിക്ക് അധികം കൺട്രോൾ ഇല്ല. നമുക്കിപ്പോ തൽക്കാലം ഇവിടെ ഇട്ട് കഴിക്കാം. ഒന്നും തോന്നരുത്, ഞാൻ ഇങ്ങനെ ഇതൊന്നും കഴിച്ച് ഞാൻ പണ്ടത്തെ തൊട്ടി സ്വഭാവമൊക്കെ കളഞ്ഞിട്ട് ഡീസന്റ് ആയതാണ്. എന്നെ സമ്മതിക്കില്ല. ദുബായിലൊക്കെ എങ്ങനെയാ ചായ, ചൂടുണ്ടോ? മക്കളെ ഞാൻ പോട്ടെ. ഓ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് ഇത് കണ്ടിട്ടുണ്ടോ? സ്കോച്ച് കണ്ടിട്ടുണ്ടാവില്ല. മുന്തിയ സാധനമാണ് ഇതൊക്കെ. അടിച്ചിട്ടുണ്ടോ? ഇല്ല, ലോക്കല് പടയപ്പൊക്കെ അടിച്ച് ശീലം. അയ്യോ അതൊക്കെ ഒരു ബ്രാൻഡാണോ? ഇതൊക്കെ അടിക്കണം, ഇതൊക്കെ വല്ലപ്പോഴും അടിക്കണം. പിന്നെ അധികം അടിക്കരുത്, നല്ല ഫിറ്റ് ആണ്. ഒരു പേക്ക് അടിച്ചാൽ തന്നെ നമ്മുടെ വേണ്ട മക്കളെ, ഞാൻ പോവാ. അയ്യോ അങ്ങനെ പറയരുത്. തോമാച്ചന്റെ വീട്ടിൽ വന്നിട്ട് ഒരു പേക്ക് അടിക്കാൻ പോയി കഴിഞ്ഞാൽ അത് തോമാച്ചനാണ് നാണക്കേട്. അടിച്ചില്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കും, ഒഴിക്കു. സ്വന്തം അമ്മായച്ചനെ വരെ ഒരു പെഗെങ്കിലും അടിക്കണം, ഒരു പെഗെങ്കിലും അടിക്കണം. അതെ. ഓ എന്റെ പൊന്നളിയാ, എത്ര വർഷമെന്നറിയോ സാധനം കഴിച്ചോ? അയ്യോ തന്റെ അടുത്ത് ഞാൻ മദ്യം വേണോന്ന് ചോദിച്ചിട്ടല്ലേ ഒഴിച്ചു തന്നോ? ടച്ചിങ്സ് എടുക്കാൻ പറഞ്ഞോ തന്റെ അടുത്ത്? താൻ എന്തോന്നോ കാണിക്കണേ? മക്കളെ, വീട്ടിലേക്ക് ഒരാളെ വിളിച്ചു വരുത്തിട്ട് എന്റെ ഒരു പല്ലിളകി. കുഴപ്പമില്ല അമ്മ, കുറച്ചും കൂടി ഉണ്ട്. അതെ, ഒരു പെഗ് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം കയറി വരും. മൂക്കിന്റെ തുമ്പത്താ ദേഷ്യം. ഒന്നും തോന്നരുത്. പക്ഷെ നാട്ടിലായാലും ഇവിടെ ആയാലും ഒരാളുടെ ചെകിട്ടത്ത് അടിച്ചു കഴിഞ്ഞാൽ 2000 രൂപ അയാൾക്ക് പാരിതോഷികമായി നൽകും. പല്ലുവേനൊക്കെ മാറിയില്ലേ അമ്പിളെണ്ണ? കുഴപ്പമില്ല, കൊറേ കാശുണ്ട്. എണ്ണി ഒന്ന് നോക്കാൻ വയ്യ, പിടിച്ചോ. സന്തോഷമായില്ലേ? കൂടി അടിക്കണം. വേണ്ട, ഇനി പ്രശ്നം വേണ്ട. ഒന്നുകൂടെ ഞാൻ ഒഴിച്ചു തരും. അമ്പിളി അണ്ണ, എന്താ അമ്പിളി അമ്മാവനോ? അമ്പിളി അണ്ണൻ അടിക്കണം. ഡ്രൈ ഒക്കെ അടിക്കുമല്ലോ അല്ലേ? അമ്പിളി അണ്ണൻ എന്തിനൊക്കെ ഉസ്താദാ. ഞാന് ഈ വെള്ളം ഒഴിച്ച് എനിക്കത് ശീലമില്ല കേട്ടോ.
ഡ്രൈ അടിച്ചഴി. എടുക്കട്ടെ പിന്നെ ഈ പ്രായത്തിലൊന്നും അടിക്കരുത്, കരളും അടിപ്പോ. വേണ്ട വേണ്ട. ഇവിടെ വന്നിട്ട് എന്റെ മദ്യവും കുടിച്ചിട്ട് തന്റെ കരൾ വാടിപ്പോയ ആര് പറയണോ കുറ്റം? കുറച്ച് ടച്ചിങ്സ് എങ്കിലും എടുത്ത് കഴിക്കണോ? അതിനെ പ്രാന്തുണ്ടോ? അല്ലല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. തെറിച്ചു പോയി. ഒരെണ്ണം കൂടി ഉണ്ട് അമ്പിളിയണ്ണ, കുഴപ്പമില്ല. മോശമായി പോയി. അമ്പിളിയണ്ണ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് രാത്രി കള്ളു കുടിക്കും. എനിക്ക് പെട്ടെന്ന് ദേഷ്യം ഇങ്ങനെ എരച്ചു കയറി വരും. അമ്പിളിയണ്ണ, അത് എന്നോട് ക്ഷമിക്കണം. അത് എന്റെ ഒരു ശീലമായി. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് 2 പേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരു ദേഷ്യം ഇങ്ങനെ കയറി വരും. പക്ഷേ ഗൾഫിലായാലും നാട്ടിലായാലും ഞാൻ ചൗക്കുറ്റിക്ക് അടിച്ചു കഴിഞ്ഞാൽ പല്ല് പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒരു 5000 രൂപയുടെ കൊടുക്കും. സന്തോഷിച്ചാട്ടെ. പല്ലുവേദനയൊക്കെ പോയില്ലേ അമ്പിളിയണ്ണന്റെ? എന്താന്നറിയില്ല, കാശിന്റെ ആധിക്യത്തിന്റെ ഒരു. അപ്പൊ അമ്പിളിയണ്ണൻ വിട്ടോ? അല്ലല്ല, അന്നേര് വളരെ അയ്യോ അങ്ങനെ പറയല്ലേ. അങ്ങനെ അല്ലല്ല, 1 പേക്ക് കൂടെ അടിച്ചിട്ട് പോകണം. അത് അടിക്കണ്ട. അല്ലല്ല, തോമാച്ചന്റെ വീട്ടിൽ വന്നിട്ട് 1 പേക്ക് കൂടെ അടിക്കുക. അത് തോമാച്ചൻ നീ അങ്ങനെ പറയുന്നില്ല. ഇല്ല അങ്ങനെ പറയില്ല. അങ്ങനെ ഇവിടെ 1 പേക്ക് കൂടെ അടിക്കണം. ഒരു പേക്ക്. ഇത് അമ്പിളിയെണ്ണം തന്നെ ഒഴിച്ചു. ഇന്ന് അമ്പിളിയെണ്ണന്റെ സ്വാതന്ത്ര്യം. അമ്പിളിയെണ്ണം ഒഴിക്കണം. അടിക്കണ്ട അച്ചായ. അടിക്കണോടാ, അത് എന്റെ കൈ വിട്ടുപോയി. ഒരു നിമിഷത്തെ ഒരു ചാബല്യത്തിൽ അത് മോശമായിപ്പോയി. ചുമ്മാ കഴിക്കും. വെള്ളം എന്തിനാ കുത്തിയിരിക്കുന്ന? കഴിക്കും. ഇത്ര മതിയോ മക്കളെ? കുറച്ച് അധികം വേണ്ട. ഇപ്പൊ തന്നെ ഓറ. എടാ, ഒരു ചീയേഴ്സ് ഒക്കെ പറ ചുമ്മാ. മൂന്നെണ്ണം അടിച്ചാലേ എനിക്ക് തല്ലി ചവിട്ടി കൂട്ടണടാ. പക്ഷേ 5ന്റെ പൈസ ഞാൻ ടിപ്പ് അടയ്ക്കണടാ. കാര്യം എന്നൊക്കെ പറഞ്ഞാലും പറയുന്നോണ്ടെന്ന് തോന്നരുത്. സംഭവം ഭയങ്കര മോശമായി പോയി. ഇത്രയും പേര് നമ്മളിവിടെ ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കുമ്പോ 3 ചെറുപ്പക്കാർ ഇവിടെ നിന്ന് മദ്യപിക്കുക എന്ന് പറയുന്നത്, ഇത് എന്ത് മെസ്സേജാണ് നിങ്ങൾ ഇതിലൂടെ പാസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. അശ്വതി ബാക്കിയുണ്ട്, വേണമെങ്കിൽ അടിച്ചോ. ടച്ചിങ്സ് എടുക്കാൻ പറ്റുമോ? ടച്ചിങ്സ് എടുത്താലും ചിലപ്പോ തല്ലും. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു സ്കിറ്റ് എന്നുള്ളത് നമുക്ക് അഭിപ്രായം ചോദിക്കാം. ചാക്കോച്ചൻ, ഇതിനെപ്പറ്റി ഏറ്റവും കറക്റ്റ് ആയിട്ട് അഭിപ്രായം പറയാൻ പറ്റുന്ന ആള് തോന്നിയിരിക്കുന്നു. ഏതിനെ പറ്റി ചാക്കോച്ച? മൊത്തം ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളും എന്നെ ശരിയാക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഫുഡ് കഴിക്കുന്നതിന്റെ കാര്യവും ആൾക്കാരുടെ അഭിനയത്തിന്റെ കാര്യത്തിനെ പറ്റിയാണ് ഉദ്ദേശിച്ചത്. പക്കാവടയാണല്ലോ ഭയങ്കര ഫുഡ്. നന്നായിരുന്നു, സ്ക്രിപ്റ്റ് നന്നായിരുന്നു, ക്യാരക്ടറൈസേഷൻസ് ഒക്കെ നന്നായിരുന്നു. തേജസിന്റെ ഗൾഫുകാരൻ അതിന്റെ പൊങ്ങച്ചവും കാര്യങ്ങളൊക്കെ നന്നായി വർക്കൗട്ടായി. അമ്പിളിച്ചേട്ടൻ നന്നായി. അമ്പിളിയണ്ണന്റെ ഫിനിഷ് ചെയ്ത സ്ഥലത്ത് എന്തോ ഒരു സാധനം കുറവുള്ളത് പോലെ എനിക്ക് തോന്നി. അതെന്താന്ന് എനിക്ക് പറയാനറിയില്ല. പക്ഷെ ഞാൻ അതുകൊണ്ടാണ് അങ്ങോട്ട് ഇട്ടത്. ഇനി എനിക്ക് മാത്രമായിട്ടുള്ളൊരു തോന്നലാണോ ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് അത്. ഒരു എനിക്ക് തോന്നുന്നു ആ ടൈമിങ്ങിലും എന്തോ ഒരു ചെറിയൊരു ലാഗ് വരെ. ഈ ശംഭു എന്താണ് ഇങ്ങനെ ഒഴിഞ്ഞു മാറി പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് ആ ക്യാരക്ടറിനും കൂടി കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ഗ്രിപ്പിംഗ് ആവുമായിരുന്നു. പല റൗണ്ടിലും ഉൾവലിയ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഉൾവലിയ എന്താണ് ശംഭുവിന് സംഭവിക്കുന്നതെന്നുള്ളത് ഞാൻ ശംഭുവിൽ നിന്ന്, നിങ്ങൾ സ്റ്റേജിൽ നിന്നുള്ള ഒരാളായതുകൊണ്ട് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ശംഭുവിൽ നിന്നായിരുന്നു എല്ലാ സമയത്തും. പ്രത്യേകിച്ച് ഇങ്ങനെ സ്കിറ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ലാംഗ്വേജിന്റെ ചെറിയൊരു പേടിയുണ്ട്. എന്തെങ്കിലും പറഞ്ഞിട്ട് ഏറ്റില്ലെങ്കിൽ ഒരു ഇതാണെന്നുള്ളത്. ഞാൻ യൂഷ്വലി തിയേറ്റർ ചെയ്യാറുള്ളത് ഇംഗ്ലീഷ്, ഹിന്ദി, പിന്നെയാണ് മലയാളത്തിൽ വല്ലപ്പോഴേ ചെയ്യാറുള്ളത്. അപ്പോൾ അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അല്ല, അതില് നിങ്ങൾ മാതൃകയാക്കേണ്ടത് ആ ഡിസൈനാണ്. അപ്പൊ ശംഭുവിന് അത് ഞാൻ നേരത്തെ മുതൽ അത് പറയാതിരുന്നത് കൊണ്ടാണോ ശംഭു അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാത്തത്? അതെ സാർ, നെക്സ്റ്റ് റൗണ്ട് മറ്റ കാൻഡിഡേറ്റ്സിനൊക്കെ ഗ്രോത്ത് ഉണ്ടാവണത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നീ വളരെ ഡേഞ്ചർ സോണിലാണ്. ഇപ്പൊ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് കൈവിട്ടു പോകും.
നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിയില്ലെങ്കിൽ നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കും, നിന്ന സ്ഥലത്ത് കുഴി വരും, നിങ്ങൾ ആ കുഴിയിലേക്ക് ഇറങ്ങിപ്പോകും. സർ നെക്സ്റ്റ് റൗണ്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് പെർഫോമൻസ് ടേക്ക് കെയർ. ശംഭു മാറി നിന്നതിന് പകരം ശംഭുവിടെ ബോഡി ലാംഗ്വേജ് വെച്ച് ചെയ്യാവുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിന് ലാംഗ്വേജിന്റെ ആവശ്യമില്ല. അഴകിയ രാവണനിൽ തന്നെ പാടുമ്പോൾ ഇന്നസെന്റ് അങ്കിളുടെ ഒരു റിയാക്ഷൻ ഉണ്ട്. അതിൽ ഇന്നസെന്റ് അങ്കിളിന് യാതൊരു ഡയലോഗും ഇല്ല, ഒന്നുമില്ല. പക്ഷെ അപ്പൊ അവിടെ ഇരുന്നിട്ട് കയ്യിൽ താളം പിടിക്കുന്ന ഒരു സാധനമുണ്ട്, ഒരു രക്ഷയില്ല. നമ്മൾ ആ സീൻ വരുമ്പോൾ ബാക്കി ആരെയും നമ്മൾ ശ്രദ്ധിക്കില്ല, നമ്മൾ ഇന്നസെന്റ് അങ്കിളുടെ റിയാക്ഷൻ മാത്രമേ നോക്കുള്ളൂ. അപ്പം അത്തരം ഒരുപാട് നല്ല നല്ല ആക്ടേഴ്സ് നമുക്ക് മലയാള സിനിമയിൽ തന്നെയുള്ള ഒരുപാട് പേര് ഇത്തരം മൊമെന്റ്സ് ഹാൻഡിൽ ചെയ്തതൊക്കെ നിങ്ങൾക്ക് റെഫറൻസിന് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റും. ചാക്കോച്ച ഇനി പറഞ്ഞേ പറ്റൂ. അല്ലേ, ശംഭു ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ ആൾക്കാർക്കും അവരുടെ പ്ലസ്സുകളും മൈനസുകളും ഉണ്ട്. ഇപ്പോൾ ശംഭുവിൻ്റെ മൈനസ്, ശംഭുവിന് തോന്നുന്ന ഈ പറഞ്ഞ പോലെ ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഇഷ്യൂ ഉണ്ട്. പക്ഷെ അതിനപ്പുറം എന്താണ് നിങ്ങളുടെ പ്ലസ്സുകൾ എന്നുള്ളത് മനസ്സിലാക്കി ഈ സീക്വൻസുകളിലൊക്കെ അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഏരിയ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ട്രൈ യുവർ ബെസ്റ്റ്, യു വിൽ വിൻ മാൻ. എത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്.